ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ക്യാരറ്റും മുട്ടയും വെച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഈ ക്യാരറ്റ് ചൂടൊക്കെ പോയി നന്നായി തണുത്ത് വന്നതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3 കോഴിമുട്ട വേണം, അതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് പാൽപ്പൊടി വേണം. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒപ്പം തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഇത് വറുത്ത് കോരിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ പാൻ തന്നെ വെച്ച് കൊടുക്കാം. ഈ പാൻ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ ഒരു പാനും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം വെക്കാനായിട്ട്. ഇതുപോലെ ഒരു പാൻ കൂടി വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇനി ആ നെയ്യൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും മുട്ടയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അതൊന്ന് വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം. എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൈമിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടാ. കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 20 മിനിറ്റ് ആണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ സൈഡൊക്കെ നല്ല പോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ റെസിപ്പി. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്